സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി കെ രാജഗോപാലാണ്. സാർ സ്വാഗതം. സ്വാഗതം പറയാം. സാർ, ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ച ഉയർന്നു വരികയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള DMK അവർ നേരത്തെ പ്രതിപക്ഷ സഖ്യത്തിനൊപ്പമായിരുന്നു, ഇന്ത്യ സഖ്യത്തിനൊപ്പമായിരുന്നു, രാഹുൽ ഗാന്ധിക്കൊപ്പമായിരുന്നു. അവർ മോദിയുമായി കൂട്ടുചേരാൻ പോകുന്നു എന്നുള്ള ചില ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ മണ്ഡല പുനർനിർണയം അല്ലെങ്കിൽ ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം 850ഓളമായി വർദ്ധിപ്പിക്കുന്ന സുപ്രധാന നടപടിയെ നേരത്തെ അനുകൂലിക്കാതിരുന്ന DMK ഇപ്പോൾ അതിൽ ചില പോസിറ്റീവ് ആയിട്ടുള്ള ചില സമീപനമൊക്കെ എടുക്കുന്നു. അതിന് പ്രതിപക്ഷം മൊത്തത്തിൽ എതിർക്കുമ്പോൾ DMK അതിൽ നിന്ന് ഒരു മാറി തിരിഞ്ഞ് പോകുന്ന ഒരവസ്ഥ. നമ്മുടെ പഴയ ചരിത്രം നോക്കുമ്പോൾ DMK മുൻപ് NDAയുമായിട്ട് സഹകരിച്ച ഒരു മുൻ അനുഭവമുള്ളതാണ്. പക്ഷേ പൊതുവിൽ അവരുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയ കാഴ്ചപ്പാട് രണ്ടുമാണ്. സമീപകാലങ്ങളിൽ വളരെ ശക്തമായ നിലപാട് ഈ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ പേരിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉയർത്തുന്ന രണ്ട് രാഷ്ട്രീയ കക്ഷികളും കൂടിയാണ്. ഇവർ രണ്ടുപേരും ഒത്തുപോകുമോ? എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഒത്തുപോകും പ്രേമൻ. അങ്ങനെയാണ് ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒന്നും രണ്ടൊന്നും അല്ല പ്രേമൻ. നമുക്കറിയാമല്ലോ, എത്ര സാഹചര്യങ്ങൾ അറിയാം. പിന്നെ DMKയും വാജ്പേയി സർക്കാരിന്റെ കാലത്തോടെ ഒന്നില്ലേ, 99 മുതൽ 2004 വരെ ഒന്നിച്ചുണ്ടായിരുന്നു. അതിനു മുമ്പ് ജയലളിത ഉണ്ടായിരുന്നു. അപ്പൊ തമിഴ്നാടിന്റെ സർക്കാരിനെ സംബന്ധിച്ച് അവിടെ വരുന്ന അധികാരത്തിൽ വരുന്ന മുന്നണി, അത് DMK ആണെങ്കിലും ശരി, ADMK ആണെങ്കിലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ തമിഴ്നാടിന്റെ ഇന്ററസ്റ്റ് സംരക്ഷിക്കുക, തമിഴിന്റെ ഇന്ററസ്റ്റ് സംരക്ഷിക്കുക, അതേപോലെ തന്നെ അവരുടെ ഭാഷാ സ്നേഹം, പിന്നെ അവരുടെ മറ്റൊരു കാവേരി നദീജല തർക്കം, മുല്ലപ്പെരിയാർ, ഇങ്ങനെയൊക്കെയുള്ള അവരുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം, ഇതിനൊക്കെ അവർക്ക് പ്രയോറിറ്റി ഉള്ളൂ. ഇതിനൊക്കെ ആര് സഹായിക്കുന്നു അവരുടെ കൂടെ നിൽക്കും. അതാണ് അവരുടെ ഒരു നയം എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ മോദി സർക്കാരിന്റെ 2 വർഷങ്ങളില്, അതായത് 10 വർഷങ്ങളിൽ 2 ടേം വരെയുള്ള ഭരണത്തിനകത്തില് സ്റ്റാലിന്റെ നിലപാട് ഒരു കടുത്ത നിലപാടായിരുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു പക്ഷെങ്കില് പിന്നെ ഈ നരേന്ദ്രമോദി, സ്റ്റാലിൻ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരിക്കലും പിന്നെ നരേന്ദ്രമോദി സർക്കാർ തയ്യാറായിരുന്നില്ല. BJP സർക്കാർ അല്ലെങ്കിൽ NDA സർക്കാർ തയ്യാറായിരുന്നില്ല. അവർക്ക് അതിനെക്കാട്ടി വലിയ പവർഫുൾ പിന്നെ സംസ്ഥാനങ്ങൾ വേറെ നിൽക്കുന്നിടത്തോളം കാലം സൗത്ത് ഇന്ത്യ അവർ മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ നോർത്തിൽ ഒരുവിധപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം അധികാരത്തിൽ വന്ന് പിടിച്ചെടുത്ത ശേഷം ഇനിയിപ്പോ സൗത്തിലേക്ക് വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ തമിഴ്നാടിനെ ശ്രദ്ധിച്ചത്. പ്രത്യേകിച്ച് അമിത്ഷായ്ക്കാണ് അതിന്റെ ചുമതലയുള്ളത്. ഇപ്പൊ പ്രേമൻ ചോദിച്ചൊരു വിഷയം എന്ന് പറയുന്നത്, ഈ വരാൻ പോകുന്ന ഇപ്പൊ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ വെച്ച് വളരെ സുപ്രധാനമായ 2-3 ബില്ലുകളാണ് വരുന്നത്. ആദ്യം പ്രേമൻ ചൂണ്ടിക്കാണിച്ചതുപോലെ മണ്ഡല പുനർനിർണയം, അതായത് ജനസംഖ്യ ആനുപാതികമായിട്ട് പിന്നെ ലോക്സഭാ മണ്ഡലങ്ങളെ പുനർനിർണയം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 830, 840 അടുപ്പിച്ചാണ് അടുത്തുള്ള സംസ്ഥാനങ്ങൾ, പിന്നെ 835 എണ്ണം ഇത് നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, 815 എണ്ണം ലോക്സഭാ അംഗങ്ങൾ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ്. അപ്പൊ അത്രയും പിന്നെ അതായത് 534 835 പോവുകയാണ്. അതാണ് വലിയ വ്യത്യാസം വരിക. 850 എണ്ണം വരുന്നത്. അത് UP ആണ് അതിനകത്തിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് വരുന്നത്. ജനസംഖ്യാനുപാതമായിട്ട് ഉത്തർപ്രദേശിനാണ് കിട്ടുന്നത്. പക്ഷെ തമിഴ്നാടിനും കിട്ടും. തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ 39 അതിലൊരു ക്ലാരിറ്റി വരുത്തണം. കാരണം പ്രതിപക്ഷ കക്ഷികൾ നേരത്തെ തന്നെ ഇതിൽ ഉന്നയിച്ച അഭിപ്രായ വ്യത്യാസം, അങ്ങനെ ജനസംഖ്യാനുപാതികമായിട്ട് സീറ്റുകൾ അനുവദിച്ചാൽ അത് വടക്കേ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള സീറ്റ് വർധനവും, തെക്കേ ഇന്ത്യയിൽ ഇപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ താരതമ്യേന കുറഞ്ഞ ആനുപാതികമായ വർധനവേ ഉണ്ടാവുള്ളൂ. അത് വലിയ അന്തരമുണ്ടാക്കും. അപ്പോൾ അതിൽ ഇപ്പോൾ തത്വത്തിൽ ഒരു ധാരണയായിരിക്കുന്നത് നിലവിലുള്ള സീറ്റിന്റെ 50%, അത് തത്വത്തിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുമുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇനി മാറുമോ? അതെ, അതാണ് പ്രേമ. അതിനൊരു ഡിസ്പാരിറ്റി അതിനകത്ത് ഉണ്ടാകരുത്. ആദ്യം അതിന് അങ്ങനെ ഒരു കണക്കെടുത്ത് നോക്കിയപ്പോൾ ജനസംഖ്യാ നിയന്ത്രണം കർശനമായിട്ട് നടപ്പാക്കുന്നത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് ഇപ്പൊ 50 നിലവിലുള്ള സീറ്റുകളുടെ 50% എന്നുള്ള കണക്കിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ വരുമ്പോൾ തമിഴ്നാടിന് 39, 20, 59 അല്ലെ, 59 പാർലമെന്റ് സീറ്റായിട്ട് തമിഴ്നാട്ടിലേക്ക് വർദ്ധിക്കും. കേരളത്തിലും വർദ്ധിക്കും. കേരളത്തിലെ 20+10 30 സീറ്റുകളായിട്ട് കേരളത്തിലും വർദ്ധിക്കും. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക് വരുന്നത്. പിന്നെ കേന്ദ്ര സർക്കാർ അന്ന് ആദ്യത്തെ പ്രപ്പോസൽ വന്നെന്ന് പറഞ്ഞാല് 10 ലക്ഷം വോട്ടർമാർക്ക് ഒരു പാർലമെന്റ് മണ്ഡലം എന്നൊരു കണക്ക്. അതൊരു കറക്റ്റായ അസസ്മെന്റ് ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഏത് കാലത്ത് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പറഞ്ഞില്ലേ, എപ്പൊ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ് തീരാനാണ്, വോട്ടെടുപ്പ് ഇപ്പൊ തീരാനാണ്. പക്ഷേ സൗത്തിന്റെ ആ പരാതി കേട്ടിട്ടാണ് ഇപ്പോഴത്തെ നിലവിലുള്ളതിന്റെ 50% എന്നുള്ള ഫോർമുലയിലേക്ക് വന്നിരിക്കുന്നത്. ഇതൊരു വലിയ ബില്ലാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് 1/3 സംവരണം, മൊത്തം സീറ്റുകളിൽ 1/3 സംവരണം, അത് പാർലമെന്റിലാണെങ്കിലും ശരി നിയമസഭയിലാണെങ്കിലും ശരി. അതിനെക്കാട്ടി നിർണായകമായ ഒരു ബില്ലാണ് ഈ 12-ാം തീയതി വരുന്നത്, ഈ ബുധനാഴ്ച വരുന്നത്. ഇത് രണ്ടിനും മുമ്പേ വരികയാണ്. നമ്മൾ ഈ പറഞ്ഞ മണ്ഡല പുനർനിർണയത്തിന്റെയും വനിതാ സംവരണത്തിന്റെയും മുമ്പ് തന്നെ FCRA ബില്ല് വരികയാണ്. ഇപ്പൊ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ ബുധനാഴ്ച 12-ാം തീയതി ആ ബില്ല് വരുമെന്നാണ്. അത് വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ വളരെ ഒരു ചട്ടം, ഒരു വ്യവസ്ഥ ഇതിനകത്ത് കൊണ്ടുവരികയാണ്. ഇതേവരെ ഇപ്പൊ പറഞ്ഞില്ലേ, രാജ്യത്ത് എത്രയോ NGO-കളുണ്ട്, വിദേശത്തുനിന്ന് ഇഷ്ടം പോലെ സംഭാവനകൾ കൊണ്ടുവരികയാണ്. ഓരോ വർഷവും ഏതാണ്ട് 20,000 കോടിയിലധികം രൂപയാണ് സംഭാവന വരുന്നെന്ന് പറയുന്നു. ഒരുപാട് NGOs വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ആരൊക്കെയാണ്, ശരിയായ ലൈസൻസ് ഉള്ളത് ആരാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്, ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാരാണ്, ഈ ഫണ്ട് എങ്ങോട്ടൊക്കെ പോകുന്നു, ഇതിനൊക്കെ കുറച്ച് വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ ആ വ്യവസ്ഥകളൊക്കെ ലംഘിക്കുകയാണ്. അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിദേശ ഫണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ 80% നിങ്ങൾ ഏത് പർപ്പസിനാണ് കൊണ്ടുവന്ന് അതിന് ഉപയോഗിക്കണമെന്നാണ്. പക്ഷെ അതൊന്നും അല്ല. അഡ്മിനിസ്ട്രേഷൻ ചെലവ് 20% എടുത്തോളാനും പറഞ്ഞിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചാ വരുന്നത്. അഡ്മിനിസ്ട്രേഷൻ ചെലവെന്നും പറഞ്ഞ് 80 എടുക്കും, എടുത്തിട്ട് എന്തൊക്കെയോ കാര്യത്തിന് മതപരിവർത്തനമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കേന്ദ്രം അക്കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നു. ആ ബില്ലാണ് ഇപ്പൊ കൃത്യമായിട്ട് വരാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ അമിത്ഷാ പാർലമെന്റിൽ വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളമായിരുന്നല്ലോ. ഇന്നലെ നമ്മുടെ രാജ്യസഭാ ഉപാധ്യക്ഷൻ വരെ പറഞ്ഞിരുന്നു, മറ്റേ കേന്ദ്രമന്ത്രി റിജുവിനോട് ചോദിക്കുന്നത് കേട്ടില്ലേ, അവിടെ സഭയിലെ ആളുകളുടെ ആവശ്യമാണ്, അദ്ദേഹം എന്ത് ചെയ്യുന്നൊരു ചോദ്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പോലും വന്നു. പക്ഷെ അമിത്ഷാ വലിയ തിരക്കിലാണെന്നാണ് പറയുന്നത്. അദ്ദേഹം പാർലമെന്റ് മന്ദിരത്തിൽ വരുന്നുണ്ട്, പക്ഷേ സഭയിൽ എത്താൻ പറ്റുന്നില്ല. കാരണം വളരെ സുപ്രധാനമായ ബില്ലുകളാണ് വരുന്നത്. ഇതെല്ലാം കടന്നു വരണം, പാർലമെന്റ് പാസ്സാക്കി എടുക്കണം. അതായത് 2/3 ഭൂരിപക്ഷത്തോടു കൂടി ബില്ലുകളെ കടത്തിയെടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തണം. ഇപ്പൊ ലോക്സഭയിൽ അവർക്ക് എണ്ണം കുറവുണ്ട്, BJP സംബന്ധിച്ചിടത്തോളം 2/3 ഭൂരിപക്ഷത്തിന് കുറവുണ്ട്. ഇപ്പൊ അവിടെ ഒരു വലിയ സാഹചര്യം ഒരുങ്ങി വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തെ എങ്ങനെ മുതലെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ തങ്ങൾക്ക് DMKക്ക് 22 MP-മാരുണ്ട് ലോക്സഭയില്, 8 പേര് രാജ്യസഭയിലുണ്ട്. അപ്പൊ DMK മോദിക്ക് കൈ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ടെൻഷൻ ഫ്രീ ആണല്ലോ. ടെൻഷൻ ഫ്രീ ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം. അത് മാത്രമല്ല, DMK മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ് അവരുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അതായത് പശ്ചിമ ബംഗാളിലെ മമതാ സർക്കാരിനെ പുറത്തെറിഞ്ഞ ശേഷം ഏതാണ്ട് 28 MP-മാരുണ്ടായിരുന്നു. അതിലൊരു 25-26 പേരോളം BJPയെ പിന്തുണയ്ക്കുമെന്നാണ് പറയുന്നത്. കാരണം അതിനകത്തിലെ 1-2 വിമതന്മാരുടെ ശബ്ദങ്ങൾ അവിടെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് മയത്തിലാക്കി എടുക്കാനുള്ള പരിപാടിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും 25 പാർട്ടിയില് കുറച്ച് പേര് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇപ്പൊ ഇനി പുതിയ സാഹചര്യത്തിൽ കുറെ കൂടി സേഫ് ആണെന്ന് തോന്നുന്നു. രാജ്യസഭ കുറച്ചുകൂടി ഈസിയാണ്. പക്ഷെ ലോക്സഭയിൽ എന്നാലും ഒരു 14-15 സീറ്റിന്റെ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ അവര് നോക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് DMKയുടെ നേരെ ലക്ഷ്യമിടുന്നത്. DMKയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ അവർ വലിയ ക്രൈസിസ് നേരിടുകയാണ്. അവരുടെ എല്ലാമായിരുന്ന സ്റ്റാലിൻ വരെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റു. ആരും പ്രതീക്ഷിക്കാത്തൊരു വലിയ അപ്രതീക്ഷിതമായ തോൽവിയായിരുന്നു. ഉറപ്പ് എന്ന് കരുതിയിരുന്ന ആള് തന്നെ തോറ്റുപോയി. അപ്പൊ അങ്ങനെ വരുമ്പോ തമിഴ്നാട്ടിൽ വലിയ ക്രൈസിസ് ആണ്. അതേപോലെ തന്നെ വിജയിയുടെ വളർച്ച, വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തില് ഒരു പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നത് MGR, ജയലളിത അവരുണ്ടല്ലോ, ആ സിനിമാ താരങ്ങളെക്കാട്ടി വലിയ വളർച്ചയാണ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും. സാറിന്റെ ഒരു അഭിപ്രായം ഞാൻ തേടുകയാണ് ഇക്കാര്യത്തില്. DMK വല്ലാണ്ടങ്ങ് ഭയപ്പെടുന്നുണ്ട്. അവരുടെ അസ്തിത്വ പ്രതിസന്ധിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? വിജയുടെ ആ ഒരു ജയം അതിന്റെ ഫലമായിട്ടാണോ? ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുക, അതിൽ കേന്ദ്രത്തിൽ ഭരണമുള്ള മുന്നണിയുടെ ഭാഗമായി നിന്നാലേ തങ്ങൾക്കിനി ഒരു നിലനിൽപ്പുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ആ ഒരു അത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക് DMK എത്തിയിട്ടുണ്ടോ നിലവിൽ? തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാലേ ഇപ്പൊ MGR, ജയലളിത യുഗത്തിലൊക്കെ അവരെന്താ സംഭവിച്ചത്? സാക്ഷാൽ കരുണാനിധി ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ഇപ്പൊ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർ ഇമേജ് ഇല്ല. പിന്നെ അവർക്ക് അവരുടേതായ രീതിയിലുള്ള ചില വോട്ട് ക്യാൻവാസിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നടക്കത്തുള്ളൂ. പക്ഷെ വിജയ്ക്ക് അതല്ല. വിജയ് ഒരു ഡബിൾ റോളിലാണ് കളിക്കുന്നത്. ഒരു സൂപ്പർ സ്റ്റാർ ആണ്, സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആണ്. അതേപോലെ തന്നെ ജനകീയ പ്രഖ്യാപനങ്ങള് പ്രേമൻ കണ്ടില്ലേ? കഴിഞ്ഞ ദിവസത്തെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ കണ്ടില്ലേ? ഇത്രയേറെ വാരിക്കോരി കൊടുക്കുകയാണ് അല്ലെ? ഏറ്റവും അത് പ്രത്യേക ഗ്രാസ് റൂട്ട് ലെവലിലാണ്, താഴെ ലെവലിലാണ് വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങളാണ് വരുന്നത്. സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണം, അതേപോലെ അപ്പോഴൊരു പ്രശ്നമുണ്ടല്ലോ. BJP തമിഴ്നാടിൽ ലക്ഷ്യമിടുന്നത് അണ്ണാമലയെയാണ്.
അപ്പോൾ ഡി എം കെനെ വളർത്തിക്കൊണ്ടുവരിക, അവരുടെ സഖ്യകക്ഷിയാകുക എന്നുള്ളത് ബി ജെ പിയുടെ അജണ്ടയിൽ ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. പ്രേമ ബി ജെ പിയെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതൊന്നുമല്ല. ബീഹാറിൽ എന്താ സംഭവിച്ചത്? ബീഹാറിൽ നമുക്കറിയാമല്ലോ, നിതീഷിനെയൊക്കെ വളർത്തിക്കൊണ്ട് നിതീഷിനെ കൂടെ നിന്നു. ബീഹാറിൽ ബി ജെ പിക്ക് എന്തോ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് അങ്ങനെ വലിയ സ്വാധീനമൊന്നും ഇല്ലായിരുന്നു. പതുക്കെ 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 വളർന്നു വന്ന് അവസാനം ജെ ഡി യുവിനെ മൊത്തത്തിൽ അവരിഞ്ഞെടുത്തു, അല്ലേ? അങ്ങനെയാണല്ലോ ബീഹാർ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭരണത്തിൽ കിട്ടുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അവർക്ക് ശേഷിയില്ലാത്ത അല്ലെങ്കിൽ സംഘടനാ സംവിധാനങ്ങൾ കുറവുള്ള സംസ്ഥാനങ്ങളെ അവരെന്ത് ചെയ്യും? അവിടെ അവിടെ ആരെയാണോ ആദ്യത്തെ ഓപ്ഷനായിട്ട് കിട്ടുന്നത്, പോപ്പുലർ പാർട്ടി ഏതാണോ? തമിഴ്നാട്ടിൽ എ ഡി എം കെ നോക്കിയില്ലേ? എ ഡി എം കെയുമായിട്ട് നോക്കിയല്ലോ. പിന്നെ എടപ്പാടി പളനിസ്വാമിയുമായിട്ട് നോക്കി. പക്ഷെ പളനിസ്വാമിയെ കൊണ്ട് പറ്റുകയില്ല എന്ന് മനസ്സിലായി. ആ സഖ്യം നടക്കുകയില്ല എന്ന് മനസ്സിലായ ശേഷമാണ് അവിടുത്തെ ഏറ്റവും പോപ്പുലർ ഗ്രൂപ്പ് പിന്നെ ഡി എം കെ തന്നെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഡി എം കെക്ക് നല്ല അടിത്തറയുള്ളതാണ്. ഡി എം കെയെ കുറച്ചു കാലം ഉപയോഗിക്കാം. എന്താണ് അതുകൊണ്ട് എന്താ കുഴപ്പം വരാൻ പോകുന്നത്? ഡി എം കെ കുറച്ചു കാലം ഉപയോഗിക്കാൻ തന്നെയാണത്. പിന്നീട് ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞ പ്രേമൻ ചോദിച്ചൊരു കാര്യം സത്യമാണ്. ഒരു ഷാഡോ ക്യാരക്ടറായിട്ട്, അല്ല ഒരു ഷാഡോ വ്യക്തിത്വമായിട്ട്, ഷാഡോ നേതാവായിട്ട് അവർ അണ്ണാമലയെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അണ്ണാമലയെ നമ്മൾ കണ്ടിട്ടില്ലേ? അണ്ണാമലയെ ബി ജെ പി വിട്ടു പോയിട്ടുണ്ടോ? ഇത്രയും പ്രശ്നങ്ങൾ തമിഴ്നാടുമായിട്ടും ദേശീയ രാഷ്ട്രീയമായിട്ട് വന്നെങ്കിലും ഇന്ന് വരെ ബി ജെ പിക്കെതിരെ ഒരു വാക്ക് അണ്ണാമലയുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് ഈ ലീവ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്, അല്ലാണ്ട് പോയിട്ടില്ല. അതാണ് അതിന്റെ കറക്റ്റായ കാര്യം. അണ്ണാമല തൽക്കാലം ലീവ് എടുത്തിരിക്കുകയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയായി വരുന്ന സമയത്ത് അണ്ണാമല ഈ പറഞ്ഞ പോലെയാണ്, പോപ്പുലറാണ്. തമിഴ്നാട്ടിലെ പറഞ്ഞല്ലോ, സിനിമാ സ്റ്റാറിന്റെ ഇമേജ് ഇല്ലെന്നുള്ളൊരു വളരെ പോപ്പുലറായ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് സത്യസന്ധത മികച്ച IPS ഓഫീസർ ആണല്ലോ. പിന്നെ മോദി അമിത്ഷായുമായിട്ട് വലിയ ഭക്തനുമാണ്. കാര്യകർത്ത എന്നാണല്ലോ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്, തന്നെ അല്ല പ്രവർത്തകരെ നല്ല വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതാണ് ഞാൻ ഡി എം കെയുടെ കാര്യം. 22 MP അവര്. അത് നിർണായകമാണിത്. ഇപ്പൊ ഈ നമ്മൾ ഇന്ന് കേൾക്കുന്ന വാർത്ത കേട്ടില്ലേ പ്രേമൻ? US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നമ്മുടെ FCRA ബില്ലിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റുകൾക്ക് നമ്മുടെ ഇന്ന് 12-ാം തീയതി പാർലമെന്റിൽ വരാൻ പോകുന്ന ആ ബില്ലിനെ കുറിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് അവർക്കൊക്കെ അഭിപ്രായം? ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ബില്ല് വരുന്നു, വിദേശ നാണ്യ വിനിമയ ചട്ടം. അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത് കണ്ടില്ലേ പറഞ്ഞു? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇനി ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഇന്ത്യയിൽ തൽക്കാലം നിയമം അവതരിപ്പിക്കുന്ന സമയത്ത് ചില വിട്ടുവീഴ്ചകൾ ചെയ്തു തരണം, ഇതിന് മുൻകാല പ്രാബല്യം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് മാർക്കോ റൂബിയോ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത്, ബില്ല് അവതരിപ്പിച്ചോ, സാരമില്ല, ബില്ല് പാസ്സാക്കിക്കോ, ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, അമേരിക്ക ഇനി മുതൽ NGOകൾക്ക് നേരിട്ട് ഫണ്ട് കൊടുക്കത്തില്ല. അതാണല്ലോ പ്രശ്നമായിട്ട് വന്നത്. NGOകൾക്ക് ഫണ്ട് കൊടുക്കുമ്പോഴാണല്ലോ ദുരുപയോഗം ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണെന്നല്ലോ ഇവർ കൊടുത്തുകൊണ്ടിരുന്നത്, അല്ല വേറെ ആർക്ക് വേണ്ടി? നമ്മുടെ നാട് നന്നാക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പകരം ഞങ്ങൾ എന്ത് ചെയ്യാം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് തന്നെ നേരിട്ട് ഞങ്ങളുടെ ഫണ്ട് തരാം. എന്നിട്ട് ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഈ FCRA ഈ പറയുന്ന വിദേശ ഫണ്ടുകൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ മര്യാദരാമന്മാരായി, അല്ലേ? അമേരിക്ക വലിയ ഫണ്ട് ചെയ്യുന്ന അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ മര്യാദരാമന്മാരായി എന്നുള്ളതിന്റെ സൂചനയാണ് അത് വരുന്നത്. നമ്മുടെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചു തന്നെ പറയാം. ഒരു കാര്യം കൂടി ചോദിക്കുക, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഡീലിമിറ്റേഷൻ ബില്ലിനെ DMK അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ആ ബില്ല് പാസ്സാക്കപ്പെടും, അല്ലെങ്കിൽ അത് സാധ്യതയുണ്ട്, അത് അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന വിമർശനം, ഇതിൽ ഈ ഡീലിമിറ്റേഷൻ കൊണ്ടുവന്ന് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലൂടെ സൈഡിൽ കൂടി വനിതാ സംവരണ ബിൽ നടപ്പിലാക്കി എടുക്കുക എന്നാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. നിലവിലെ സീറ്റുകളുടെ അനുപാതം അനുസരിച്ച് വേണം വനിതാ സംവരണ ബിൽ എന്ന ശാഠ്യം പ്രതിപക്ഷം പിടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ്? ഇന്ത്യയിലെ പിന്നെ ജനസംഖ്യ എത്ര ഉള്ള കാലത്ത് പറയുമ്പോൾ ഈ 543 നമ്മൾ 71 സെൻസസ് ഏതായാലും 80 താഴെയാണ്. എന്ന് പറഞ്ഞാല് അതിനുശേഷം പമ്പയിൽ കൂടെ നമ്മുടെ നദികളിൽ കൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയി? വർഷം എത്ര കഴിഞ്ഞു, അല്ലേ? 55 വർഷം കഴിഞ്ഞു. 55 വർഷം കഴിഞ്ഞിട്ടും ആ സംഖ്യ, ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇന്ത്യയിലെ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തലയിൽ ആൾതാമസമുള്ള ആരെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കുന്ന കാര്യമാണോ? അപ്പൊ അതല്ല, അവർക്ക് എന്തോ വാശിയാണ് അതിനകത്തില്, അല്ലെങ്കിൽ എന്തോ നിർബന്ധ ബുദ്ധിയാണ്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പോകുമെന്നറിയാം. ഈ സ്ത്രീകൾക്ക് എത്രയോ കാലമായിട്ട്, ഇപ്പൊ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതൊന്നും അല്ല 3-1 സംവരണം. UPയുടെ ഭരണകാലത്ത്, കോൺഗ്രസിന്റെ ഭരണകാലത്തൊക്കെ പ്രഖ്യാപിച്ചതാണിത്.
അവരെ വെറുതെ ഇലക്ഷൻ സമയത്തൊക്കെ ഇങ്ങനെ മോഹിപ്പിക്കും, നിങ്ങൾക്ക് അല്ല മൂന്നിലൊന്ന് സാർ, സീറ്റ് തരാം, ഇതിലൊരു 40 സീറ്റ്. ക്ലാരിറ്റി ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് ബി ജെ പി അടുത്ത ഒരു 50 വർഷത്തേക്ക് കൂടി ഭരണ തുടർച്ച ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സീറ്റ് വർധനവ് നടപ്പാക്കുന്നതെന്നാണ് അവരുടെ ആശങ്ക. പക്ഷെ അതേ സമയത്ത് തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് എതിരായിട്ട് ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ ഇപ്പോൾ ബംഗാളിന് തൃണമൂലിന്റെ അടക്കം അവർക്കും അവരുടെ അംഗബലം വർദ്ധിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ എന്താണ് ഈ ആശങ്ക? അതാണ്, നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ മതി. നമ്മൾ ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ മതി. ഏത് പാർട്ടിക്കാണ് നിലനിൽപ്പില്ലാത്തത്? ഇപ്പൊ തെലങ്കാന കൊണ്ടുപോയില്ലേ? തെലങ്കാന ബി ജെ പി വലിയ അത്യാവശ്യം ശക്തിയൊക്കെ ഉള്ളത് തെലങ്കാന പോയില്ലേ? ആന്ധ്ര മറ്റൊരു കൊണ്ടുപോയിട്ടില്ലേ? കർണാടകയിലെ ഭരണത്തിൽ വളരെ സ്വാധീനമുള്ള പാർട്ടിയാണെങ്കിൽ പോലും കർണാടക ബി ജെ പി ഇടന്ന് പോയില്ലേ? പക്ഷെ ചിലതൊക്കെ തിരിച്ചു പിടിക്കാനും പറ്റുന്നുണ്ട്, തിരിച്ചു പിടിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാൾ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. ബീഹാറിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല, ഏതെങ്കിലും മുന്നണി ഭാഗമായിട്ടേ നിന്നിട്ടുള്ളൂ. ബീഹാർ കിട്ടിയില്ലേ എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചാൽ മതി. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചാൽ ഏത് സ്റ്റേറ്റും അവർക്ക് കിട്ടും, ഏത് സ്റ്റേറ്റിലും ഭരണത്തിൽ കിട്ടും. പക്ഷേ നമ്മൾ മാറി നിന്നേച്ച് അഭിപ്രായം പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, അതെല്ലാം ബി ജെ പി കൊണ്ടുപോകാൻ പോവാണെങ്കിൽ 50 വർഷം ബി ജെ പി തുടർച്ചയായിട്ട് ഭരിക്കാനുള്ള തന്ത്രമാണ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി ചെയ്യൂ. അത് തന്നെയാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത്. അല്ല, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ലാഭനഷ്ടമില്ലാതെയും യാതൊന്നും പരിഗണിക്കപ്പെടില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ DMK ഭരണപക്ഷത്തല്ല, കേന്ദ്രത്തിലും അവർ പ്രതിപക്ഷത്താണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വിലപേശൽ ശക്തി ഉണ്ടാവില്ല. തീർച്ചയായിട്ടും DMK ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധികാരം ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ BJP എന്ത് ഓഫറായിരിക്കും DMKയുടെ മുന്നിൽ വെക്കുക? കനിമൊഴി അടക്കമുള്ള സീനിയർ നേതാക്കൾ സഭയിലുണ്ട് താനും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയായിരിക്കും? അത് വളരെ പ്രേമം പറഞ്ഞ ഏറ്റവും കൃത്യമായ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് പ്രേമം വന്നത്. അത് ശരിയാണത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മന്ത്രിസഭ റീഷഫ്ലിംഗ് നടക്കുക നമ്മൾ ഈ അടുത്ത സമയത്ത് വളരെ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജോർജ് കുര്യൻ അടക്കം കേന്ദ്രമന്ത്രിയൊക്കെ രാജിവെച്ച സമയത്തും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുടെ തൊട്ട് മുമ്പ് നമ്മൾ കേട്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേന്ദ്രത്തിൽ റീഷഫ്ലിംഗ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് നിർത്തിവെക്കുന്നു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം കഴിയട്ടെ എന്നൊരു പ്രഖ്യാപനം നടത്തുന്നു. അതിനിടയിലാണ് ഈ ബില്ല് വരുന്നത്. ഈ ബില്ല് വരുന്ന സമയത്ത് വളരെ നിർണായകമാണ്. വളരെ DMKയുടെ പൊസിഷൻ വളരെ നിർണായകമാണ്. ബില്ലിനെ സപ്പോർട്ട് ചെയ്യേണ്ട, അവര് സഭയിൽ നിന്ന് മാറി നിന്നാലും മതി. ആ 22 MP സഭയിൽ നിന്ന് മാറി നിന്നാൽ മതി, ബാക്കിയുള്ളതിന്റെ മെജോറിറ്റി നോക്കിയാൽ മതി. അങ്ങനെ വരുമ്പോൾ അവരുടെ മുമ്പിൽ അവർക്ക് ഓഫർ വെക്കാം. ഞാൻ പറഞ്ഞില്ലേ, തൊട്ടുകൂടാത്ത പാർട്ടി ഒന്നും അല്ലല്ലോ DMK എന്ന് പറയുന്നത്. സാക്ഷാൽ വാജ്പേയിയോടൊപ്പം തന്നെ അവർ ഭരണത്തിലുണ്ടായിരുന്നതാണ്. അപ്പൊ പിന്നെ എന്താണ് നരേന്ദ്രമോദിക്ക് അവരുമായിട്ട് തൊട്ടുകൂടാഴി എന്താണ്? അങ്ങനെ വരുമ്പോഴാണ് പ്രേമൻ പറഞ്ഞ കനിമൊഴിയുടെ കാര്യം വളരെ കൃത്യമാണ്. കനിമൊഴിയുടെ കാര്യം എന്ന് പറഞ്ഞാല് DMK പൊളിറ്റിക്സിൽ ഇപ്പൊ തമിഴ്നാട്ടിലെ മാരന്മാരെ കൊണ്ടൊന്നും പിന്നെ മാരൻ സഹോദരന്മാർക്കൊന്നും അത്ര വലിയ സ്വാധീനമില്ല. കാരണം അവർക്ക് അഴിമതി 2G സ്പെക്ട്രം ഒക്കെ നിൽക്കുന്നത് കൊണ്ട് പഴയ മുരശ്ശേരിമാരുടെ മക്കൾക്ക് അവർ കേന്ദ്ര IT മന്ത്രിയൊക്കെ ആയിരുന്നെങ്കിലും ആരോപണങ്ങൾ വിധേയരാണ്. പക്ഷേ കനിമൊഴിയെ സംബന്ധിച്ചിടത്തോളം കനിമൊഴി അന്ന് പരോക്ഷമായിട്ടാണ് അതിന്റെ കുറ്റപത്രത്തിൽ വന്നത്, 2G സ്പെക്ട്രം കേസിൽ വന്നതെങ്കിലും അവര് ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടെ ആ വിശദീകരിക്കാൻ പ്രധാനമന്ത്രിയുടെ ഗുഡ് ബുക്സിലേക്ക് കയറി. പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്സിലാണ്. നന്നായിട്ട് സംസാരിക്കും, അവര് വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് നിർമ്മല സീതാരാമൻ, നമ്മുടെ മന്ത്രി, തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിയുമായിട്ട് വളരെ വേറൊരു ശ്രുതിയും കൂടിയുണ്ട്. പ്രതിപക്ഷത്ത് നിന്ന് മോദി നോട്ടവിട്ടിരിക്കുന്നതിൽ ഒന്നാമത്തെ ആള് തരൂര്, രണ്ടാമത്തെ ആള് കനിമൊഴിയാണെന്നും പറയപ്പെടുന്നു. തീർച്ചയായിട്ടും കനിമൊഴി അവർക്ക് താല്പര്യമുണ്ട്. കാരണം വെച്ചാൽ നന്നായിട്ട് ഒന്നാമത് ഇംഗ്ലീഷിൽ സംസാരിക്കും, പഠിച്ച് സംസാരിക്കും. നമ്മൾ വിദേശത്തൊക്കെ അന്ന് കേട്ടില്ലേ, അവരോട് എത്ര ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ വന്നിട്ട് പോലും ഓപ്പറേഷൻ സിന്ദൂറിനെ അവർ എത്ര കൃത്യമായിട്ട് അതിഭംഗി, ഏറ്റവും നമ്മളന്ന് കണ്ടതില് ഏറ്റവും നന്നായിട്ട് വിശദീകരിച്ച രണ്ടുപേരും, ഒന്ന് കോൺഗ്രസ് നിന്ന് ശശി തരൂരും, 2 DMKയുടെ നേതാവായ കനിമൊഴിയുമാണ് വിശദീകരിച്ചത്, അല്ലേ? അപ്പൊ അങ്ങനെ രാജ്യ താല്പര്യം അതൊരു വലിയ ഘടകമാണ്. നമ്മൾ എന്തെല്ലാം അവര് രാഷ്ട്രീയ പാർട്ടി, പിന്നെ അവർക്ക് തമിഴ്നാട് അവരുടെ ഒരു ഇത് പറഞ്ഞില്ലേ, അവർക്ക് ഭാഷാ പദ്ധതി, തമിഴ് സ്നേഹം, ഇതൊക്കെ അവരുടെ ഒരു കഴിഞ്ഞ ദിവസം പോലും കനിമൊഴി കേന്ദ്രത്തിനെതിരെ വലിയ രൂക്ഷമായ പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. ഈ വന്ദേമാതരം പ്രോട്ടോക്കോളിന്റെ ഭാഗമാക്കുന്നതിന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ അവരുടെ സ്വന്തമായ ഒരു ഗീതമുണ്ട്, അതിനാണ് അവർക്ക് പ്രാധാന്യം എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള രൂക്ഷമായ പ്രതികരണമൊക്കെ കനിമൊഴി കഴിഞ്ഞ ദിവസം നടത്തിയതേ ഉള്ളൂ. പ്രേമ, അത് അത്തരം വിഷയങ്ങളിലേ ഉള്ളൂ. ഇപ്പൊ വന്ദേമാതരത്തിന്റെ കാര്യം അവർക്കൊരു മാതൃഭാഷ, അവർക്കൊരു ഇതുണ്ട്, ഒരു ഗീതമുണ്ട് അവർക്ക്. അവർക്കൊരു തമിഴ് വാഴ്ത്തുപാട്ടുണ്ട് അവർക്ക്. ആ വാഴ്ത്തുപാട്ട് നിൽക്കുന്നിടത്തോളം കാലം വന്ദേമാതരത്തിനും ജനഗണമനയുടെ അല്ല ദേശീയ ഗാനത്തിന്റെ ഇതിന്റെ അതേ ഇത് തന്നെ കൊടുക്കണമെന്നുള്ളതിലായിരുന്നു അവർക്ക് സംശയം വന്നത്. അപ്പൊ 3 ഗാനങ്ങൾ ഒരേപോലെ വരും.
അതുകൊണ്ടാണ് അതാണ് പറഞ്ഞത്, അവരുടെ സംബന്ധിച്ചിടത്തോളം വളരെ ലിമിറ്റഡ് ആണ്. തമിഴ്നാട് കേന്ദ്രീകരിച്ച് തമിഴ് മക്കൾ, തായ് മക്കൾ എന്നുള്ള ഒരു ഒറ്റ പ്രശ്നമേ അവർക്കുള്ളൂ. അതല്ലാതെ വിശാലമായ ദേശീയ കാഴ്ചപ്പാട് അവർക്ക് വലിയ കൂടുതലാണ്. രാജ്യത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അങ്ങേയറ്റം കൂറുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ടാണ് കനിമൊഴി ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലും തൂത്തുക്കുടിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ കേരളത്തിന്റെ വികസനങ്ങൾ പോലും പിന്നെ അവരുടെ മണ്ഡലമാണ് കേട്ടോ, തൂത്തുക്കുടി അവരുടെ മണ്ഡലമാണ്. ഈ കേന്ദ്ര പ്രൊജക്ട് എങ്ങനെ പ്രേമൻ വിചാരിക്കുന്നത്? അവര് നേരത്തെ പൂവാറിൽ തിരുവനന്തപുരത്ത് തുടങ്ങാനിരുന്നതാണ്. ഒരുപാട് പദ്ധതികള് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സെക്കൻഡ്, ഏതാണ്ട് ഇപ്പൊ ആദ്യം 3000 കോടിയാണ് ഫസ്റ്റ് സ്റ്റേജ് വരുന്നുണ്ട്. 15,000 കോടിയുടെ വലിയ വികസന പദ്ധതിയാണ്. തൂത്തുക്കുടി ഒരു വലിയ സാമ്രാജ്യമായിട്ട് അവർ മാറ്റുകയാണ് വികസന കാര്യങ്ങളിലൊക്കെ. അതിന് പ്രധാനമന്ത്രിയുടെ പൂർണ്ണമായ സപ്പോർട്ടും ഉണ്ട്. നമ്മളിതെല്ലാം കൂടെ കൂട്ടി വായിക്കണം. അങ്ങനെ നോക്കുമ്പോഴാണ് പിന്നെ കനിമൊഴിയുടെ പ്രസംഗത്തില് എനിക്ക് അങ്ങനെ ഒരു ദേശീയ വിരുദ്ധത അല്ലെങ്കിൽ പിന്നെ ഒരു BJP വിരുദ്ധതയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ അവരുടെ ഭാഷാ സംസ്കാരം, അതിനെ അവരുടെ സ്വത്വത്തെ തൊട്ട് കഴിയുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് വന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശരി ശരി. ഏതായാലും നന്ദി സാർ, നന്ദി.